ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അക്ഷര. നമുക്ക് ഇന്ന് നെറ്റിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഓതറിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നെറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാ വർഷത്തെ ക്വസ്റ്റ്യനിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ജെയിൻ ഓസ്റ്റനെ പറ്റിയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് ജെയിൻ ഓസ്റ്റനെ പറ്റിയിട്ടും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളും അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജെയിൻ ഓസ്റ്റൻ. അപ്പോൾ ജെയിൻ ഓസ്റ്റനെ പറ്റിയിട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം അബൌട്ട് ജെയിൻ ഓസ്റ്റൻ, അപ്പോൾ ജെയിൻ ഓസ്റ്റനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് സമ്മറി, ഒരു ഷോർട്ട് ബയോഗ്രഫി നോക്കാം. ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനിച്ച വർഷവും മരിച്ച വർഷവും വെച്ചിട്ട് ക്രോണോളജി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് നെറ്റിൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാലറിയാം. ഈ കഴിഞ്ഞ ക്രോണോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇയർ ഓഫ് ബർത്ത് തൊട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയർ ഓഫ് ബർത്തും അതുപോലെ ഡെത്ത് ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1775 ജെയിൻ ഓസ്റ്റൻ ജനിച്ചത്. ഇൻ സ്റ്റീവൻടൺ, ഹാംഷെയർ, ഇംഗ്ലണ്ട്. സ്ഥലവും കൂടെ നിങ്ങൾ നോക്കി വെച്ച് എവിടെയാണ്, ഏത് സ്ഥലത്താണ് ജനിച്ചതെന്നുള്ളത് വരെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം 1775 ജനിച്ചു. ഇനീഷ്യലി പബ്ലിഷ് അനോണിമസ്ലി വിത്ത് ഏർലി വർക്ക്സ് ക്രെഡിറ്റഡ് ടു എ ലേഡി. എ ലേഡി എന്നുള്ള ടൈറ്റിലാണ് അവരുടെ വർക്ക്സുകൾ പബ്ലിഷ് ചെയ്തിരുന്നത് ആദ്യമേ. അവർ അനോണിമസ് റൈറ്റർ ആയിരുന്നു. എ ലേഡി എന്നുള്ള നെയിമിലാണ് അവരുടെ വർക്ക്സ് പബ്ലിഷ് ചെയ്തിരുന്നത് ഫസ്റ്റിൽ. സം ഓഫ് ഹർ ഏർലി വർക്ക്സ് ആർ കളക്ടഡ് ആസ് ജുവനേലിയ. ജുവനേലിയ എന്നുള്ള പേരിലാണ് കുറച്ച് പഴയ വർക്ക്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നത്. ഡൈഡ് ഓൺ ജൂലൈ 18, 1817 ഇൻ വിൻചെസ്റ്റർ, ഹാംഷെയർ, ഇംഗ്ലണ്ട്. അപ്പം 1817 ഒക്കെ ഇയർ നോക്കിയാലറിയാം, ഒരുപാട് ഇമ്പോർട്ടൻറ്റ് വർക്ക്സുകൾ റൊമാൻറ്റിക് പീരീഡിലൊക്കെ പബ്ലിഷ് ആയിട്ടുള്ള വർഷമാണ് 1817 എന്ന് പറയുന്നത്. അപ്പോൾ ആ വർഷമാണ് ജെയിൻ ഓസ്റ്റൻ മരിക്കുന്നത്. 1775 സ്റ്റീവൻടണിൽ, ഹാംഷെയറിൽ ജനിച്ചു, ഇംഗ്ലണ്ടിൽ. 1817 അവർ ജെയിൻ ഓസ്റ്റൻ മരണപ്പെട്ടു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓതറാണ്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഒരു ക്വസ്റ്റ്യനെങ്കിലും ജെയിൻ ഓസ്റ്റനിൽ നിന്ന് കാണാൻ സാധിക്കും. ജെയിൻ ഓസ്റ്റൻ്റെ വർക്ക്സിൻ്റെ ക്രോണോളജി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഈ ക്യാരക്ടർ ഏത് നോവലാണ് വരുന്നതെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ജെയിൻ ഓസ്റ്റനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് ജെയിൻ ഓസ്റ്റൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സും അതിൻ്റെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷനും നോക്കാം. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ്. ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത വർക്ക് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ആണ്. ഇമ്പോർട്ടൻറ്റ് വർക്ക്സിൽ ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811. നെക്സ്റ്റ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് 1813. നിങ്ങൾ ഈ നോവൽസ് ഒക്കെ വായിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോവലിനകത്തുനിന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് നെറ്റിപ്പോൾ. അതുകൊണ്ട് നോവൽസ് വായിക്കണം, ഒരു വട്ടമെങ്കിലും വായിക്കണം. ലൈൻസ്, കൊട്ടേഷൻസ് നോവൽസിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. എത്ര വട്ടമാണ് ജെയിൻ ഓസ്റ്റൻ്റെ നോവൽസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്, കോട്ട്സ് ഒക്കെ. പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് 1813, മാൻസ്ഫീൽഡ് പാർക്ക് 1814, എമ്മ 1815, നോർത്താംഗർ ആബേ 1817, പെർസ്വേഷൻ 1817. നിങ്ങൾ ഇത്രയുമാണ് ജെയിൻ ഓസ്റ്റൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. അപ്പം ഇതിൻ്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ എങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട്, ഇപ്പം SPMENP എന്നോ അല്ലെങ്കിൽ SPMENP അങ്ങനെ എന്തെങ്കിലുമോ രണ്ട് കോഡ് വെച്ചിട്ട് 6 വർക്ക്സ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. അപ്പം SPMഉം ENPന്നും എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ ഓർഡറിൽ ഓർത്ത് വെക്കാൻ ശ്രമിക്കണം. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811, പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് 1813. സെൻസ് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്. അത് കഴിഞ്ഞിട്ട് മാൻസ്ഫീൽഡ് പാർക്ക് 1814, 1815 എമ്മ, 16 ഒരു ഗ്യാപ്പ് എടുത്തിട്ട് 1817 നോർത്താംഗർ ആബേ. ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത വർക്കാണ് പെർസ്വേഷൻ. 1817 പബ്ലിഷ് ചെയ്തതാണ് പെർസ്വേഷൻ. അവസാനം വരുന്നത് പെർസ്വേഷൻ ആണ്. അപ്പം ഇത്രയാണ് ജെയിൻ ഓസ്റ്റൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. അപ്പം നമുക്കിനി ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻസ്, നെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which novel begins with the famous line, "It is a truth universally acknowledged that a single man in possession of
ഗുഡ് ഫോർച്യൂൺ മസ്റ്റ് ബി ഇൻ വോണ്ട് ഓഫ് എ വൈഫ്. ഇത് ഈ ലൈൻസ് ഏത് നോവലിലാണ് വരുന്നത്? വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. നെറ്റിന് ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വട്ടം എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയാത്ത അത്രയും നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അതിന് ആൻസർ തറവായിരിക്കും. ഗസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഷുവർ ആണ് ആൻസർ എന്ന് എനിക്കറിയാം. ഓപ്ഷൻസ് പോലും വായിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓപ്ഷൻ എന്നാലും ഞാൻ വായിക്കാം. ഓപ്ഷൻ എ എമ്മ, ഓപ്ഷൻ ബി പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്, ഓപ്ഷൻ സി മാൻസ്ഫീൽഡ് പാർക്ക്, ഓപ്ഷൻ ഡി പെർസ്യുവേഷൻ. ഇതിൽ ഇറ്റ്സ് ഒബ്വിയസ്ലി ഓപ്ഷൻ ബി പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്. പ്രൈഡ് ആൻഡ് പ്രെജുഡീസിൽ തുടങ്ങുന്നത് ഈ ലൈൻസ് ആണ്. ഇറ്റ് ഈസ് എ ട്രൂത്ത് യൂണിവേഴ്സലി അക്നോളജ് ദാറ്റ് എ സിംഗിൾ മാൻ ഇൻ പൊസഷൻ ഓഫ് ഗുഡ് ഫോർച്യൂൺ മസ്റ്റ് ബി ഇൻ വോണ്ട് ഓഫ് എ വൈഫ്. പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് ഫസ്റ്റ് ലൈൻസ് വരുന്നത് പ്രൈഡ് ആൻഡ് പ്രെജുഡീസിലാണ്. അപ്പം നിങ്ങൾ ഓർത്തോണം പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത്. അപ്പം ബാക്കി പ്രൈഡ് ആൻഡ് പ്രെജുഡീസിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഫുള്ളും നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നോക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതുമായിട്ട് കൂടുതൽ നമ്മൾ അടുക്കുന്നത്, നമ്മൾ ടെക്സ്റ്റുമായിട്ട്. പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് 1813 പബ്ലിഷ് ചെയ്ത വർക്കാണ്. എലിസബത്ത് ബെന്നറ്റും ജെയിനും ഒക്കെ വരുന്ന നോവലാണ്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിലെങ്കിലും ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ഡാഴ്സി ബിംഗ്ലി എല്ലാം വരുന്ന നോവലാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് നോവൽ ഫീച്ചേഴ്സ് ദി ക്യാരക്ടേഴ്സ് എലീനർ ആൻഡ് മരിയൻ ഡാഷ്വുഡ്? ഈ രണ്ട് സിസ്റ്റേഴ്സിനെ പോർട്രേ ചെയ്യുന്ന നോവൽ ഏതാണ്? അപ്പം ഇതും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഡാഷ്വുഡ് സിസ്റ്റേഴ്സ് വരുന്നത് ഏത് നോവലിലാണ്? ഓപ്ഷൻ എ എമ്മ, ഓപ്ഷൻ ബി പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്, ഓപ്ഷൻ സി സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, ഓപ്ഷൻ ഡി പെർസ്യുവേഷൻ. അപ്പം ഇതിലേതാണ് ആൻസർ? എലീനർ ആൻഡ് മരിയൻ ഡാഷ്വുഡ് വരുന്നത് ഏത് നോവലാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിലാണ്. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത ഒരു വർക്കാണ്. 1811 പബ്ലിഷ് ചെയ്ത വർക്കാണ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. എലീനർ ആൻഡ് മരിയൻ ഡാഷ്വുഡ് വരുന്ന നോവലാണ് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാനി പ്രൈസ് അപ്പിയേഴ്സ് ഇൻ വിച്ച് നോവൽ? ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിനാന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ട് ഫാനി പ്രൈസ് ഏത് നോവലിലാണെന്നുള്ളത്. ഓപ്ഷൻ എ മാൻസ്ഫീൽഡ് പാർക്ക്, ഓപ്ഷൻ ബി എമ്മ, ഓപ്ഷൻ സി പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്, ഓപ്ഷൻ ഡി സെൻസ് ആൻഡ് സെൻസിബിലിറ്റി. അപ്പൊ നമുക്ക് നിങ്ങൾ ഈ ക്യാൻസലേഷൻ ടെക്നിക്കും കൂടെ എക്സാമിന് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പൊ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇപ്പം പ്രൈഡ് ആൻഡ് പ്രെജുഡീസിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഒന്നും അല്ല എന്നറിയാം. സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിലെ ഡാഷ്വുഡ് സിസ്റ്റേഴ്സ് അല്ല എന്നറിയാം. എമ്മ പിന്നെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പിന്നെ മാൻസ്ഫീൽഡ് പാർക്ക്. അപ്പം ഒബ്വിയസ്ലി ഇറ്റ് ഈസ് മാൻസ്ഫീൽഡ് പാർക്കിലെ ക്യാരക്ടറാണ് ഫാനി പ്രൈസ്. It is option A, Mansfield Park. Fanny Price appears in Mansfield Park. Question number 4. What is the name of Anne Elliot's love interest in Persuasion? അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതല്ലാണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പറയാണ്, ഇത് അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആൻസർ കണ്ടിട്ട് അത് എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ എന്നും കൂടെ ഞാൻ പറയാം. ഓപ്ഷൻ എ ഹെൻറി ടിൽനി. അപ്പം നമ്മൾ കണ്ടു പെർസ്യുവേഷനിലെ ക്യാരക്ടറാണ് ആൻ എലിയറ്റ്, എലിയറ്റ് ഫാമിലി. പെർസ്യുവേഷൻ ലാസ്റ്റ് പബ്ലിഷ് ചെയ്തൊരു നോവലാണ്. 1817 പബ്ലിഷ് ചെയ്ത നോവലാണ്. അതിൽ ആൻ എലിയറ്റിന്റെ ലവ് ഇൻട്രസ്റ്റ് ആരാണ്? ഓപ്ഷൻ എ ഹെൻറി ടിൽനി, ഓപ്ഷൻ ബി ജോർജ് വിക്കം, ഓപ്ഷൻ സി ക്യാപ്റ്റൻ ഫ്രെഡറിക് വെന്റ്വർത്ത്, ഓപ്ഷൻ ഡി എഡ്വേർഡ് ഫെറാസ്. ഇതിൽ ആരാണ് ആൻ എലിയറ്റിന്റെ ലവ് ഇൻട്രസ്റ്റ്? ഐ ഹോപ്പ് യു നോ ദ ആൻസർ. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ക്യാപ്റ്റൻ ഫ്രെഡറിക് വെന്റ്വർത്ത്. Anne Elliot's love interest ആണ് ഫ്രെഡറിക് വെന്റ്വർത്ത്, and they appear in the novel Persuasion, which was published in 1817. അപ്പം ഇതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഇൻ 2022 this question was asked, Frederick Wentworth appears in which novel of Jane Austen? അപ്പം അതിൽ നിങ്ങൾ ഇപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അത് പെർസ്യൂഷനിലാണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് തലയിൽ നിങ്ങൾ ഇരിക്കും. നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇപ്പം ആൻ എലിയറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ലവ് ഇൻട്രസ്റ്റ് ആണ് ഫ്രെഡറിക് വെന്റ്വർത്ത്, ആൻഡ് ദേ അപ്പിയർ ഇൻ ദ നോവൽ പെർസ്യുവേഷൻ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ 1817. അങ്ങനെ കണക്ട് ചെയ്ത് പോകണം. കണക്ട് ചെയ്ത് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റിലും. കാരണം ക്രോണോളജി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A memoir of Jane Austen was written by. Option A, John Murray.
ഓപ്ഷൻ ബി R.W. ചാപ്മാൻ, ഓപ്ഷൻ സി മേരി ലാസലസ്, ഓപ്ഷൻ ഡി ജെയ് ഓസ്റ്റർലേ. ഇതിൽ ആരാണ് മെമ്മോയർ ഓഫ് ജെയിൻ ഓസ്റ്റൻ എഴുതിയത്? 1869 പബ്ലിഷ് ചെയ്ത വർക്കാണ്. ഇത് ആരാണ് എഴുതിയത്? It was written by J. Austen Leigh. ജെയിംസ് എഡ്വേർഡ് ഓസ്റ്റൻ ലേ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു നോവലിസ്റ്റും കൂടിയാണ്. അദ്ദേഹമാണ് എ മെമ്മോയർ ഓഫ് ജെയിൻ ഓസ്റ്റൻ എഴുതിയത്. എ മെമ്മോയർ ഓഫ് ജെയിൻ ഓസ്റ്റൻ വാസ് പബ്ലിഷ് ഇൻ 1869. 1869 ആ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6th question. Pride and Prejudice was first published under the title of. ഇപ്പോൾ പ്രൈഡ് ആൻഡ് പ്രിജുഡീസ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്ത വർഷം, പ്രൈഡ് ആൻഡ് പ്രിജുഡീസ് എന്ന് കാണുമ്പോഴേ നിങ്ങൾ വർഷം ഓർക്കണം, 1813. അപ്പോൾ ഫസ്റ്റ് ഏത് ടൈറ്റിലാണ് പ്രൈഡ് ആൻഡ് പ്രിജുഡീസ് പബ്ലിഷ് ചെയ്തത്? ഓപ്ഷൻ എ ഈവ്ലിൻ, ഓപ്ഷൻ ബി ഫസ്റ്റ് ഇംപ്രഷൻസ്, ഓപ്ഷൻ ബി ലേഡി സൂസൻ, ഓപ്ഷൻ ഡി സാൻഡീഷൻ. അപ്പോൾ സാൻഡീഷൻ അൺപബ്ലിഷ്ഡ് വർക്കാണ് ജെയിൻ ഓസ്റ്റൻ്റെ. അപ്പോൾ ഇതിൽ നിന്ന് ആൻസർ ഏതാണെന്ന് ഐ ഹോപ്പ് യു ക്യാൻ ഗെസ് ഇറ്റ്. It was first published under the title, yes, it is First Impression എന്നുള്ള ടൈറ്റിലാണ് പ്രൈഡ് ആൻഡ് പ്രിജുഡീസ് ഫസ്റ്റ് അപ്പിയർ ചെയ്തത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. 7th question. In Northanger Abbey, which character is fascinated by Gothic novels? ഇപ്പം നോർത്താങ്കർ ആബേ എന്ന് പറഞ്ഞൊരു ഗോത്തിക് നോവൽ ആണ് ജെയിൻ ഓസ്റ്റൻ്റെ. അപ്പം ഇതിൽ ഏത് ക്യാരക്ടറാണ് ഈ ഗോത്തിക് നോവൽസിന് ഫാസിനേറ്റഡ് ആയുള്ള, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയുള്ള, ഒബ്സസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആരാണ് നോർത്താങ്കർ ആബേയിൽ? നോർത്താങ്കർ ആബേ എന്ന് പറയുമ്പോഴേ അതിൻ്റെ വർഷം 1817 എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓപ്ഷൻ എ എലിസബത്ത് ബെന്നറ്റ്, ഓപ്ഷൻ ബി മാരിയൻ ഡാഷ്വുഡ്, ഓപ്ഷൻ സി അലൻ എലിയറ്റ്, ഓപ്ഷൻ ഡി കാതറിൻ മോർലാൻഡ്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ അറിയാം, നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ഈ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. എലിസബത്ത് ബെന്നറ്റ് എന്ന് പറയുന്നത് ഏത് നോവലിലെ ക്യാരക്ടറാണ്? പ്രൈഡ് ആൻഡ് പ്രിജുഡീസിലെ ക്യാരക്ടറാണ്. സെക്കൻഡ് ഡോട്ടറാണ് എലിസബത്ത് ബെന്നറ്റ്. ബെന്നറ്റ് സിസ്റ്റേഴ്സിലെ രണ്ടാമത്തെ ഡോട്ടറാണ് എലിസബത്ത് ബെന്നറ്റ്. അപ്പോൾ അത് പ്രൈഡ് ആൻഡ് പ്രിജുഡീസ് ആണ്. അപ്പോൾ എലിസബത്ത് ബെന്നറ്റ് അല്ല എന്ന് ഉറപ്പാണ്. ബി മാരിയൻ ഡാഷ്വുഡ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. എലീനർ ആൻഡ് മാരിയൻ ഡാഷ്വുഡ് ഏത് നോവലിൽ വരുന്ന ക്യാരക്ടറാണ്? സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, ആദ്യം പബ്ലിഷ് ചെയ്ത വർക്കാണ് 1811. അപ്പം അതും അല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. സി ആൻ ഏലിയറ്റ്. ആൻ ഏലിയറ്റ് ഏത് വർക്കിലാണ്? നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു. ആൻ ഏലിയറ്റും ഫ്രെഡറിക് വെന്റ്വർത്തും ഒക്കെ വരുന്നത് ഏത് വർക്കിലാണ്? പെർസ്യൂഷനിൽ വരുന്നതാണ്. ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത വർക്ക് 1817. അപ്പം ഇതുമല്ല. അപ്പം റിമൈനിങ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? കാതറിൻ മോർലാൻഡ് ആണ്. കാതറിൻ മോർലാൻഡ് ഇസ് എ ഹീറോയിൻ ഓഫ് നോർത്താങ്കർ ആബേ ആൻഡ് ഷീ വാസ് ഒബ്സസ്ഡ് വിത്ത് ഗോത്തിക് നോവൽസ്. അവരാണ് ഗോത്തിക് നോവൽസിൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വൈപ്പ് ചെയ്ത് കളയാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുകൊണ്ടാണ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ പഠിച്ചു പോകണം. ഓപ്ഷൻസിനെ തപ്പി നിങ്ങൾ പോകണം. അപ്പം ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. This Catherine Morland is a heroine of Northanger Abbey 1817 who was obsessed with Gothic novels. Okay. Next question കാണാം. Who among the following is not a character in Pride and Prejudice? ഇതിൽ Pride and Prejudiceലെ ക്യാരക്ടർ അല്ലാത്തത് ആരാണ്? ഓപ്ഷൻ എ മിസ്റ്റർ ഡാർസി, ഓപ്ഷൻ ബി മിസ് ബിംഗ്ലി, ഓപ്ഷൻ സി മിസ് ബേറ്റ്സ്, ഓപ്ഷൻ ഡി മിസ്റ്റർ കോളിൻസ്. ഇതിൽ ആരാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡീസിലെ ക്യാരക്ടർ അല്ലാത്തത്? ഇറ്റ് ഈസ് ഡാർസി ആണ്. ഡാർസി അതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ ബിംഗ്ലി എന്ന് പറയുന്നത് അതിലെ ക്യാരക്ടർ ആണെന്ന്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് പഠിക്കുമ്പോൾ അതിലുള്ള ആൾക്കാരാണ് ബിംഗ്ലി, ഡാർസി ഒക്കെ. മിസ് ബേറ്റ്സ് ആണോ? മിസ് ബേറ്റ്സ് അതിലെ ഒരു ക്യാരക്ടർ ആണോ? ഐ ഡോണ്ട് നോ. മിസ്റ്റർ കോളിൻസ് എന്ന് പറയുന്ന അതിലത്തെ ക്ലർജിമാൻ ആണ്. അതുപോലെ തന്നെ ബെന്നറ്റ് സിസ്റ്റേഴ്സിൻ്റെ ബെന്നറ്റ് ഫാമിലിയിലെ ഒരു കസിനാണ് കോളിൻസ്. അപ്പം ഈ 3 ഓപ്ഷൻ കാണുമ്പോഴും നിങ്ങൾക്ക് ഇതിലുള്ളതാണെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇറ്റ് ഈസ് മിസ് ബേറ്റ്സ് എന്ന് പറയുന്ന ക്യാരക്ടർ പ്രൈഡ് ആൻഡ് പ്രെജുഡീസിൽ ആ ക്യാരക്ടർ അല്ല. അപ്പം ഇറ്റ് ഈസ് മിസ് ബേറ്റ്സ്. അപ്പം മിസ് ബേറ്റ്സ് എന്ന് പറയുന്നത് ഏത് നോവലിലുള്ളതാണ്? എമ്മയിലെ ക്യാരക്ടറാണ് മിസ് ബേറ്റ്സ്. എമ്മ എന്ന് പറഞ്ഞ നോവല് പബ്ലിഷ് ചെയ്ത ഏത് വർഷമാണ്? 1815. അപ്പം എമ്മയിലെ ക്യാരക്ടറാണ് മിസ് ബേറ്റ്സ്. അപ്പോൾ ജെയിൻ ഓസ്റ്റൻ്റെ വർക്ക്സിൻ്റെ പറ്റിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പം നിങ്ങൾ നെറ്റിന് പഠിക്കാൻ വരുന്ന നെറ്റിന് നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഓതേഴ്സിനെ പറ്റിയിട്ടും അവരുടെ വർക്ക്സും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കൂടാം. അപ്പം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എൻ്റെ ഫേവററ്റ് ഓതർ ആയിട്ടുള്ള ജെയിൻ ഓസ്റ്റനെ പറ്റിയിട്ടുള്ള ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസും ഡിസ്കഷൻസും ആയിട്ടൊക്കെ നമുക്ക് കാണാം. താങ്ക് യു.